ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. കുറേ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ പേരുടെ കമൻറ്റ് കണ്ടു, വണ്ടി എന്താ ബ്രോ താമസിക്കുന്നത്. പേഴ്സണലി എനിക്ക് കുറേ പേര് മെസ്സേജ് ചോദിച്ചു എന്താ വണ്ടി ഇറങ്ങാത്ര താമസിക്കുന്നത്. ഓൾറെഡി ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ചെന്ന് കറക്റ്റ് പറഞ്ഞു. വണ്ടിയുടെ മുമ്പിലത്തെ ആ ഒരു ബമ്പറിൻ്റെ വർക്ക് തീരാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് വണ്ടിയുടെ പണി കഴിയാത്തത്. വേറൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഇത് മനസ്സിലാക്കണം. നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പുതിയ മോഡൽ വണ്ടിയാണ്. അതായത് ഫോഴ്സ് ട്രാവലറൊക്കെ ഒരു പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ബമ്പറിനും അതേപോലെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിനും ഫ്രണ്ടിലത്തെ ലൈറ്റിനും അങ്ങനെ കുറേ ചേഞ്ചസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ജോഷി ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ഈ സെയിം ബമ്പറിനകത്ത് വേണമെങ്കിൽ വെള്ള പെയിൻ്റ് അടിച്ച് നമുക്ക് ഓടാം. ഒരു താള കിടന്ന് കുറയ്ക്കുന്നത് അന്ന് കാര്യമാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സെയിം ബമ്പറിൻ്റെ അത് നമുക്ക് വെള്ള ലൈറ്റ് അടിച്ച് വെള്ള പെയിൻ്റ് അടിച്ച് ഓടാം. അതല്ല, നമ്മുടെ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഫോഴ്സിൻ്റെ ലാസ്റ്റ് മോഡൽ വണ്ടിയില്ലേ, പഴയ മോഡൽ, അതിനകത്ത് വന്ന ബമ്പറിൻ്റെ ജോഷിൻ്റെ പുതിയ ബമ്പർ നിൽക്കാനുണ്ടായിരിക്കുമല്ലോ, അടിയിൽ ഇങ്ങനെ ഒരു സ്കേട്ട് പോലെ ഇങ്ങനെ ഒരു കട്ടിങ് ആയിട്ട് വന്നേക്കണം. ആ സംഭവം വെച്ചിട്ടായാലും വണ്ടി നമുക്ക് ഓടാം. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി. അങ്ങനെ വേണം നമുക്ക് വണ്ടിയിലോടാം, ബമ്പറിലോടാം. പക്ഷേ നമ്മളന്നും പറഞ്ഞ എന്തോ അറിയാമോ, നമ്മൾ ഈ ബമ്പർ മൊത്തത്തിൽ മാറണം. നമുക്ക് അവർ പറഞ്ഞ, അപ്പോൾ അതിൻ്റെ താമസം എടുക്കുക നമ്മളോട് പറഞ്ഞതാണ്. അതാണ് വണ്ടി എൻ്റെ ലേറ്റ് ആവുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബമ്പറിൽ വേണ്ട, വെള്ള പെയിൻ അടിച്ച് ഓടിയാലും ശരിയാകത്തില്ല, നമുക്ക് ഈ ബമ്പർ വേണ്ട. കാര്യം വണ്ടിക്ക് നല്ല ഹൈറ്റാണ്. നിങ്ങൾ ഫ്രണ്ടിൽ നോക്കി മനസ്സിലാവും, വണ്ടിക്ക് റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് വണ്ടി നിൽക്കുന്നത്. അതൊരു വൃത്തിയാവും. ആ ബമ്പറിൽ ലിപ്പ് വെച്ചാലും ഒരെടുപ്പ് വരുന്നില്ല. അപ്പം ഞങ്ങളതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ആ സെയിം ബമ്പറിൽ വേണ്ട, പുതിയ മോഡൽ ബമ്പർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയിലാണ് ഓൾറെഡി പുതിയ മോഡൽ ബമ്പർ അവർ ചെയ്ത ഒരു മോൾഡൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക നമ്മുടെ വണ്ടിയിലാണ്. അപ്പം ആ ഒരു മോഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പെയിൻറ്റിങ് വർക്ക് എല്ലാം കഴിഞ്ഞാൽ ബമ്പറിനകത്ത് വെച്ച് കഴിയുമ്പോഴേ വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എനിക്ക് ഇപ്പോൾ കുറേ വട്ടം ഞാൻ പോയി വ്ളോഗ് ചെയ്തു, ഓക്കെ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഈ വണ്ടിയുടെ ബമ്പർ ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. പക്ഷേ ഞാനത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു പുതിയൊരു മോഡലിൽ ഡിസൈൻ ചെയ്ത് അവർ പുതിയൊരു രീതിയിൽ നമ്മുടെ വണ്ടിക്കായിട്ട് അവർ കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഫോട്ടോ എല്ലാം ഉണ്ട്, ഏത് മോഡലാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ അവിടെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ കുറേ ബോഡി വർഷമൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ അത് അവർ ചിലപ്പം ഉടനെ അത് കോപ്പി അടിച്ച് പോയേക്കാം, ചിലപ്പോൾ അത് വേറെ വണ്ടിയിലേക്ക് ആയേക്കാം എന്നൊക്കെയുള്ള ഒരു ഇത് കാരണമാണ് അവർ പറയുന്നത് നിങ്ങളോട് ഇപ്പോഴേ വെളിവിടരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളത് വെളിവിടാത്തത്. എനിക്ക് നിങ്ങളെ ഇത് കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു മാസമായി ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു മാസമായിട്ടും വണ്ടിയുടെ ബമ്പറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുള്ളൂ, മേളത്തെ ഇത്ര പണിയൊക്കെ ആയുള്ളൂ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ബാക്കി അതിൻ്റെ സൈഡിലത്തെ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, വണ്ടിയുടെ സൈഡിൽ ബോഡിയിൽ വരുന്നത്, ആ 2 പീസും ബാക്കിലെ എല്ലാ പീസും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതൊരു സെറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. ഈ ബമ്പറിൻ്റെ പണി കഴിഞ്ഞാലേ ഫ്രണ്ടിൽ നിന്ന് ആ ഡിസൈനിൽ ഇങ്ങനെ ബാക്കിലോട്ട് വണ്ടി കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അതാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു. ഇന്ത്യയിൽ വർക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ ഫുൾ ബെർത്ത്, അതായത് സൈഡിൽ നിന്ന് വരുന്ന ബെർത്ത് ആലോചിക്കണം. സൈഡിൽ നിന്ന് വരുന്ന ബെർത്ത് ഉണ്ടല്ലോ, സൈഡിൽ നിന്ന് വരുന്ന ബെർത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വണ്ടിക്ക് മേളത്തെ പിക്സൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു ഡിസൈൻ കുറേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടൊക്കെ. അപ്പം അവർ നമുക്ക് ഡിസൈൻ തന്നു. ആ ഡിസൈൻ നമുക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം യൂട്യൂബ് കുറച്ച് പേര് കമൻറ്റ് കുറേ പേരോട് ചോദിച്ചായിരുന്നു, ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കറക്റ്റാക്കി ചെയ്യാന്നുള്ള കാര്യമില്ല അങ്ങോട്ട് പേഴ്സണലി ഞാൻ പറഞ്ഞത്. പക്ഷെ ആരൊന്നും അയച്ചിട്ടില്ല, അത് കുഴപ്പമില്ല. നമ്മളത് വേറെ ഡിസൈൻ ഒരുവിധം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യും. പിന്നെ ഈ ഒരു പ്രശ്നം നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് മേളത്തെ പണി നടക്കാത്തത്. അവരിനിയും നമ്മൾ പറഞ്ഞേക്കുന്നത്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു, ഇന്നലെ തൊട്ട് 20 ദിവസത്തിനകം നമുക്ക് വണ്ടി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാര്യം അടുത്ത മാസം തൊട്ട് സീസൺ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് വണ്ടി കൈ കിട്ടണമെന്നാണ് നമ്മളും പറഞ്ഞേക്കുന്നത്. കാര്യം നമ്മുടെ വണ്ടിക്ക് ഒത്തിരി പണിയുണ്ട്. വണ്ടി നമ്മുടെ കിട്ടിയതിന് ശേഷം നമ്മുടെ വണ്ടിക്ക് അലുമിനിയം കയറ്റാൻ വേണ്ടി പോകണം, സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി പോകണം, ഗ്ലാസ് ഫുള്ള് ഫിലിം അടിക്കാൻ വേണ്ടി പോകണം. ഇനിയും നമ്മുടെ പേര് തന്നെ കുറേ പരിപാടികളുണ്ട്. പേര് നമ്മുടെ വണ്ടി ബിഗ് ബോയ് നല്ല പേര് വരുന്നു, പേരൊക്കെ വേറെ പേരാണ്. അതിൻ്റെ കുറേ പരിപാടി ഒത്തിരി ഉണ്ട്. അപ്പം ഉടനപ്പോൾ നമുക്ക് ആ സമയം കിട്ടുന്നില്ല. ഈ മാസം ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയാലേ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കട്ട് ചെയ്ത് അടുത്ത മാസം സീസൺ എടുത്ത് ഓട്ടോ ഓടാനൊക്കത്തുള്ളൂ.
അപ്പോൾ അതിൻ്റെയുള്ള പ്രശ്നം വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകണം. പണിതിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവരും. നേരെ അടുത്ത പിറ്റേ ദിവസം നേരെ വണ്ടി ഷോറൂമായിട്ട് പോവാം. അവിടെ പോയിട്ട് അവരുടെ വക ഒരു മേജർ ചെക്കപ്പ് ഉണ്ട്. കാര്യം അവിടുത്തെ പലരുടെയും എന്തെങ്കിലും ലീക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവരുടെ ഭാഗമായിട്ട് ചെക്കപ്പ് ഉണ്ട്. കാര്യം അന്ന് അവിടെ കൂട്ടുകാരുടെ വണ്ടി ചെറിയ ലീക്ക് വന്നപ്പോൾ അവിടെ കൊണ്ട് ചെയ്ത് കണ്ടതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുവന്നെല്ലാം ചെയ്യണം. പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ കുറച്ച് സൈഡത്തെ ഗ്ലാസ്സിന് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു സിലിക്കോൺ സൈച്ചേക്കുന്നത്, അതൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞു ഇതൊക്കെ നമുക്ക് മാറി തരണം എന്ന് പറഞ്ഞു. ഒരു ഡാഷ്ബോർഡിനകത്ത് തന്നെ അടിയിൽ തിരിഞ്ഞൊരു പീസുണ്ട്. ആ പീസ് ലൈൻ കിടക്കും. അതെല്ലാം നമുക്ക് മാറി തരാൻ പറഞ്ഞു. അതൊക്കെ അവർ മാറി തരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്കും വണ്ടി ഇറങ്ങണമെന്നൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറേ പേർ ആഗ്രഹമുണ്ട് നിങ്ങളുടെ വണ്ടി ഇറങ്ങുന്നൊക്കെ കാണണം. അപ്പം നമ്മളതാ പറഞ്ഞു നമ്മളിപ്പോൾ അവരെ അങ്ങ് എന്താ പറയുക, അവരെ അങ്ങ് പ്രഷർ ചെയ്ത് പെട്ടെന്ന് പണി നമ്മൾ പ്രഷർ ചെയ്തിരുന്ന കാര്യമില്ലെന്നേ. ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് സമാധാനത്തെ ചെയ്യണം. അതുകൊണ്ട് നമ്മളും വലിയ ഇത് അവരെ പ്രഷർ ചെയ്യട്ടെ. എന്തായാലും ഈ മാസം വണ്ടി ഇറങ്ങും കൺഫേം. ഈ മാസം വണ്ടി ഇറക്കിയിട്ട് ഒരു കാര്യം എൻ്റെ വണ്ടി കയറിയ വണ്ടികളൊക്കെ ഇറങ്ങി. അതിനൊന്നും ബമ്പറിൽ പണിയില്ല. അടിയിലത്തെ മാത്രം ഞാൻ പറഞ്ഞ സംഭവം മാത്രം തന്നെ പണിയുള്ളൂ. അതാണ് ആ വണ്ടിക്ക് പെട്ടെന്ന് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡിസൈൻ ഇന്ന് അയച്ചു കൊടുത്തത്, മേൽ സീലിംഗ് ഡിസൈൻ ഇന്ന് അയച്ചു കൊടുത്തത്. അതൊക്കെ ഇന്ന് കൊടുത്ത് അവരും കട്ട് ചെയ്തെല്ലാം വരിക ഇലക്ട്രിക് വർക്ക് ചെയ്ത് ഫുള്ള് ഫ്ലാഷ് ഇറക്കുന്നത് അടിപൊളിയായിട്ട് പണിഞ്ഞിറക്കത്തുള്ളൂ ഇറക്കുമ്പോൾ. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലിന് ഞങ്ങൾ അവർ പുതിയ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. ഗ്രില്ലിൻ്റെ ആ മോൾഡിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ ആ സംഭവം വേണം ഗ്രില്ല് നമ്മൾ കയറ്റും. ഇതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് കറക്റ്റ് യൂട്യൂബ് ചാനൽ വീഡിയോസിൽ ഇടുന്നതിൻ്റെ കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ വ്ളോഗ് വെച്ച് എനിക്ക് പറ്റും. പക്ഷേ വണ്ടിയെ പ്രതി നമ്മൾ ഓരോ ദിവസം വീഡിയോ വരുമ്പോൾ ആൾക്കാർ വണ്ടിയെ പറ്റി അറിയണമല്ലോ, വണ്ടിയെ പറ്റി അന്വേഷിച്ചല്ലേ വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യമല്ല. ഇന്നലെയൊക്കെ അവിടെ ഞാൻ ജോഷി ചെന്നപ്പോൾ എന്നെ അറിയാവുന്ന 2-3 പേരൊക്കെ ഒന്ന് പറഞ്ഞ് യൂട്യൂബിനകത്ത് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചുള്ള കാര്യമില്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്നെ അറിയപ്പെടുമെന്ന്. എന്നാലും ഞാൻ വലിയ ആരുമൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരനാണ്. അപ്പം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒന്നുമില്ലാത്തടത്തുനിന്നൊക്കെ നമ്മൾ 1 നമ്പർ തുടങ്ങി വന്ന ശേഷം നമുക്ക് ഇതൊരു 2000 സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്തൊരു ചാനലാണ് എൻ്റെ. 1800 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറ്റപ്പെടുത്തി പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സന്തോഷങ്ങളും ഇതൊക്കെ. പിന്നെ വണ്ടി ഇറങ്ങാൻ അടുപ്പിച്ച് നമ്മൾ എല്ലാ ആഴ്ചയും പോകും. പിന്നെ ഇപ്പം 20 അപ്പോൾ ഒരു ഉദ്ദേശം പറയാം. ഇപ്പം എക്സാമ്പിൾ 20 ഡെലിവറി ആണെങ്കിൽ നമ്മൾ 15 തൊട്ട് അവിടെ പോകും. കാര്യം എല്ലാ ദിവസവും കണ്ടിന്യൂസ് പോയി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇന്ന കാര്യം ഇന്നടുത്ത് വേണ്ട, അന്ന കാര്യം ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. കാര്യം നമ്മുടെ മുതലല്ല, നമുക്ക് ആ രീതിയിൽ ഇറക്കണം. പിന്നെ ഇറങ്ങുമ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് വണ്ടിയില്ല, നമ്മൾ ആദ്യത്തെ വണ്ടിയാകുമ്പം അത്യാവശ്യം വൃത്തിയായിട്ട് നടക്കണമെന്നൊരു ആഗ്രഹം. ഫസ്റ്റായിട്ട് സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം എൻ്റെ ചേട്ടൻ സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം. നമുക്ക് ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ വണ്ടിയിൽ പോയി ഓടിച്ചിട്ടുള്ള ഓട്ടം പോയിട്ടുള്ള അങ്ങനെയുള്ള പരിചയം നമുക്കുള്ളൂ. അല്ലാതെ നമുക്ക് വലുതില്ല. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ല, എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്താണ്. നമ്മൾ ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ഇത്ര ലൈറ്റാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാതിരുന്നൊന്നും കാര്യമില്ലെന്നാണ് പറയും. അതൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇതൊന്നും പറയണമെന്ന് ഞാൻ നിങ്ങൾക്ക് വിചാരിച്ചു. ഇന്നലെ ഒന്ന കാര്യം ഇവിടെ ചെയ്യാൻ പറ്റില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ നമുക്ക് വ്ലോഗ് എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ വേറെ വണ്ടിയുടെയൊക്കെ ഔട്ട് ചെക്കിങ് ഒക്കെ വോക്കലൊക്കെ ഇട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം യൂട്യൂബിനകത്ത് കോപ്പറേറ്റ് കിട്ടും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ വേറൊരു വണ്ടിക്കും ഞാൻ പറയാൻ വിട്ടു. ഇന്നലെ അതിനകത്ത് കാണിച്ചത് ഗവൺമെൻറ് സൈഡത്തെ സ്കേട്ട് ചെയ്തൊരു പുതിയ വണ്ടിയും കാണിച്ചല്ലോ. അതിൻ്റെ മുമ്പിൽ വേറെ വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിക്കും പുതിയ മോഡൽ ബമ്പറാണ് ചെയ്യുന്നത്. അത് എൻ്റെ ഇവിടുത്തെ ബമ്പറല്ല, വേറെ രീതി ബമ്പറാണ്. അത് മെറ്റലിൽ ചെയ്തെടുക്കുമെന്ന സംഭവം കണ്ടിരുന്നില്ല. പിന്നെ പോലെ കണ്ടതാണ്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, ആ വണ്ടിയെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. കാര്യം വെച്ച് ആ വണ്ടിയുടെ ഒരു കാര്യം നിങ്ങൾ കാണിച്ചിട്ടില്ല. അത് നമ്മുടെ വണ്ടിയല്ല, നമുക്ക് അങ്ങനെ കാണിക്കാനുള്ള അധികാരമില്ല. അവരുടെ പേഴ്സണലായിട്ടുള്ള ഇതായിരിക്കും. അത് നമ്മൾക്ക് ബമ്പറിൻ്റെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല. മെറ്റൽ വെച്ച് ചെയ്യുന്നതാണ് കണ്ട് അങ്ങനെ. പിന്നെ ഇനി ഇഷ്ടം പോലെ വണ്ടി പാർക്കിംഗ് കിടപ്പുണ്ട്. ഈ വണ്ടിയെല്ലാം ഇറങ്ങി പോകണ്ടോ. അപ്പം ഇതൊക്കെയാണ് പരിപാടി. ഏകദേശം ഇത്രയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ. ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റിക്കൊന്നും തോന്നരുത്. വണ്ടി ഇന്നിറങ്ങുന്നൊക്കെ പറഞ്ഞതൊക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.